അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരു അവധി കാലഘട്ടത്തിന് ശേഷം നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ സ്കൂളിലേക്ക് കടന്നു പോവുകയാണ്. പുതിയ അധ്യയന വർഷം ഇന്നു മുതൽ തുടങ്ങുകയാണ്. വളരെയേറെ ശുഭാപ്തി വിശ്വാസത്തോടുകൂടി നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ സന്തോഷത്തോടുകൂടി ഇന്ന് സ്കൂളിലേക്ക് പറഞ്ഞുവിടുന്ന ഒരു മനോഹരമായ ദിവസമാണ് ഇന്ന്. എൻ്റെ പ്രിയപ്പെട്ട രക്ഷകർത്താക്കളോട് വളരെയേറെ ഗൗരവപരമായ ചില കാര്യങ്ങൾ ഒന്ന് ഓർമ്മിപ്പിക്കണമെന്ന് തോന്നുന്നു. കാരണം എൻ്റെ പ്രിയപ്പെട്ട രക്ഷകർത്താക്കളോട് വളരെയേറെ നിങ്ങൾ ശ്രദ്ധയാലുക്കളാകേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം ഇന്ന് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ വളരെയേറെ പ്രതീക്ഷയോടുകൂടി നമ്മുടെ മക്കളെ നാം സ്കൂളിലേക്ക് പറഞ്ഞയക്കുമ്പോൾ നമ്മുടെ പ്രതീക്ഷ നാളെ നമ്മുടെ മക്കൾ വളർന്ന് വലുതായി നല്ലൊരു ഭാവിയിലേക്ക് അവൻ്റെ നല്ലൊരു വലിയ നമ്മൾ കരുതുന്നത് പോലെയുള്ളൊരു ഭാവിയിലേക്ക് എത്തിച്ചേരുമെന്ന ഒരു ശുഭാപ്തി വിശ്വാസമാണ് എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്കുള്ളത് എങ്കിൽ ആ വിശ്വാസം കാത്തു സൂക്ഷിക്കുന്ന നമ്മുടെ സ്വപ്നങ്ങൾ അല്ലെങ്കിൽ അവർക്ക് നല്ലൊരു ഭാവി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കളാണ് എങ്കിൽ നമ്മൾ ശ്രദ്ധയാലുക്കളായിട്ട് വേണം നമ്മുടെ മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞുവിടാൻ. കാരണം ഇന്ന് സ്കൂളിൽ തുറക്കപ്പെടുമ്പോൾ കലാലയത്തിൻ്റെ ഇത്രനാൾ നമ്മുടെ വീട്ടിൽ നമ്മോടൊപ്പം എല്ലാ കാര്യത്തിലും ഒന്ന് ഇമവെട്ടി അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ അവരെ അന്വേഷിക്കുമായിരുന്നു, എപ്പോഴും നമ്മുടെ തണലിലായിരുന്നു. ഈ അവധി കാലഘട്ടത്തിന് ശേഷം ഒരു സ്കൂളിലേക്ക് ഒരു 12 മണിക്കൂർ നമ്മിൽ നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കേണ്ടത് ആ 12 മണിക്കൂർ നമ്മുടെ അടുക്കൽ നമ്മുടെ മക്കളില്ല, അവർ സ്കൂളിലാണെന്നുള്ള വിശ്വാസമാണ് നമുക്കുള്ളത്. പക്ഷേ ഇന്നത്തെ ഈ കാലഘട്ടത്തിൻ്റെ സാഹചര്യം അനുസരിച്ച് എല്ലാ സ്ഥലങ്ങളിലും ഇത് നടക്കണമെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ ഏറെക്കുറെ സ്കൂളുകളുടെ മുറ്റത്ത് ഇതൊക്കെ നടമാടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണെന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ ലഹരി കച്ചവടം നടക്കുന്നത്, ലഹരി മാഫിയകൾ പിടിമുറുക്കപ്പെടുന്നത് വിദ്യാർത്ഥികളിലൂടെയാണ്. ആൺപെൺ വിദ്യാർത്ഥികളെന്നല്ലാതെ എല്ലാവരെയും ഇന്ന് ലഹരി മാഫിയകൾ പിടിപെട്ടുകൊണ്ട് സ്കൂളിൻ്റെ കവാടത്തിൽ കൂടെയാണ് ഇന്ന് പലരും പലതരത്തിലുള്ള ലഹരികൾ കടത്തിവിടാറുള്ളത്. പല കേസുകളും ഈ ഇടയ്ക്കായിട്ട് നമ്മളത് കണ്ടെത്താറുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ വളരെയേറെ ഈ ഒരു കാര്യത്തിൽ ഗൗരവമായിട്ട് എടുത്തില്ല എങ്കിൽ നമ്മൾ കരുതും നമ്മുടെ മക്കൾ നല്ല രീതിയിൽ വളരെയേറെ മാന്യമായ രീതിയിലാണ് കടന്നു പോകുന്നതെന്ന് നമ്മൾ പോലും അറിയാതെ നമ്മുടെ മക്കൾ തെറ്റിലേക്ക് പോകാൻ വളരെയേറെ സാധ്യതയുണ്ട്. പലരും ഇതിനു വേണ്ടി കാത്തിരിക്കുകയാണ് സ്കൂൾ തുറക്കുന്നതിന് വേണ്ടി. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് മക്കളുടെ പോക്കുവരവിനെ കുറിച്ചാണ്. അവരുടെ കൂട്ടുകാരാരാണ്, അവരാരോടൊപ്പമാണ് കൂട്ടുകൂടുന്നത്, അവർ സ്കൂളിൽ എത്ര മണിക്കാണ് പോകുന്നത്, എപ്പോഴാണ് വരുന്നത്, സ്കൂളിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് ഈ കാലഘട്ടത്തിൽ നമ്മുടെ മാതാപിതാക്കൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ പിന്നെ വഴിതെറ്റിപ്പോയിട്ട് കരഞ്ഞിട്ട് കാര്യമില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളെ നാമാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ നാട്ടുകാരുടെ മക്കളോട് കുറ്റം പറയാനും അവരെക്കുറിച്ച് കുറവ് പറയാനും ഒക്കെ നമ്മൾ ഭയങ്കര മിടുക്കത്തികളുമാണ്. പക്ഷേ അവനവൻ്റെ മക്കളെ നോക്കാനോ അവൻ്റെ മക്കളെ ശ്രദ്ധിക്കാനോ ഒന്നും നമുക്ക് സമയമില്ലാതെ പോകുന്നു. അതുകൊണ്ട് നമ്മുടെ മക്കളെക്കുറിച്ച് വലിയ മതിപ്പാണ് നമുക്ക് പറയാനുള്ളത്. അല്ല സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൽ ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല. നാം ശ്രദ്ധിച്ചാൽ മാത്രമാണ് നമ്മുടെ മക്കൾ നല്ലവരായി വളരുക. മാതാപിതാക്കളെ ശ്രദ്ധയില്ലാത്ത മക്കളൊന്നും ഒരിക്കലും എൻ്റെ പ്രിയപ്പെട്ടവരെ നല്ലവരായി അങ്ങോട്ട് പോകണമെന്നില്ല. അപ്പോഴും ഒരു കരുതലുണ്ടാവണം നമ്മുടെ മക്കളെ കാര്യത്തിൽ. അതുകൊണ്ട് ഇന്ന് സ്കൂളിൻ്റെ മുറ്റത്ത് പ്രിയപ്പെട്ട കുട്ടികൾക്കൊന്നും അറിയില്ല. അവർ ഈ ഒരു എടുത്തുചാട്ടത്തിൻ്റെ പ്രായമാണ്. അവർക്ക് ലഹരി കൊണ്ട് കൊടുക്കുമ്പോൾ അവരാ ലഹരി ആദ്യമായിട്ടൊന്ന് മുട്ടായിയുടെ രൂപത്തിലേക്ക് കൊടുത്തു നോക്കും, അവരൊന്ന് നുണഞ്ഞു നോക്കും. അതിൻ്റെ രസസുഖങ്ങൾ കിട്ടുമ്പോൾ പിന്നെ അങ്ങോട്ടേക്ക് അവരെ വലിയ ലഹരിയിലേക്ക് കടന്നു പോകുന്നതാണ് ഇന്ന് സ്വാഭാവികമായി നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വളരെയേറെ ഗൗരവത്തോടെ പറയുകയാണ്, അങ്ങനെ ഏതെങ്കിലും ഒരു കൂട്ടുകെട്ട് നമ്മൾ നോക്കണം. നമുക്കറിയാമല്ലോ നമ്മുടെ മക്കൾ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ നമുക്കറിയാം. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ടിയുള്ള പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ സ്കൂൾ വിട്ട് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന മക്കളോട് നമ്മൾ എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയുക. പണ്ട് കാലഘട്ടത്തിലേക്ക് നമ്മുടെ സ്കൂളിൽ നിന്ന് ഓടി വീട്ടിലേക്ക് വരുമ്പോൾ നമ്മളുടെ എല്ലാ രഹസ്യങ്ങളും നമ്മുടെ മാതാപിതാക്കളോട് നമ്മൾ പങ്കുവെക്കുമായിരുന്നു. ഇന്ന് ഇതൊക്കെയാണ് ഉണ്ടായത്, ഇന്ന് ടീച്ചേഴ്സ് ഇതാണ് നമ്മളെ പഠിപ്പിച്ചത്, ഇന്നത്തെ ക്ലാസ് ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഇന്ന് നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട രക്ഷിതാക്കളുമായിട്ട് ഇങ്ങനെ പറയുമായിരുന്നു. ഇന്ന് അത് പറയാതെ പോകുന്നൊരു കാലഘട്ടമാണ്. മക്കൾ സ്കൂളിൽ നിന്ന് ഓടി വീട്ടിലേക്ക് വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാകും. ഓടി ഉമ്മാരടുത്ത് പറയാൻ വേണ്ടി വരുമ്പോൾ ഉമ്മ പെട്ടെന്ന് എന്താ ഉമ്മയും പപ്പയും മറുപടി പറയുക, എനിക്കിപ്പോൾ സമയമൊന്നുമില്ല, നീ പിന്നെ പെണ്ണ് പറ എന്ന് പറഞ്ഞ് അവരെ ഓട്ടിച്ച് വിടുക ചെയ്യുന്നത്. അങ്ങനെയല്ല. നമ്മുടെ മക്കൾ പറയുന്ന കാര്യങ്ങൾ വളരെയേറെ കരുതലോടെ നാം കേൾക്കണം.
കാരണം നമ്മുടെ മക്കൾക്ക് എന്തും തുറന്നു പറയാനുള്ള ഒരു ഉറവിടമായി നമ്മൾ മാറിക്കൊടുക്കണം. നമ്മുടേതല്ലാതെ അവരാരോടാണ് പറയാൻ കഴിയുക? അതുകൊണ്ട് എല്ലാ രഹസ്യങ്ങളും നമ്മുടെ മക്കൾ നമ്മളോട് പറയാൻ കഴിയുമ്പോഴാണ് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അനിഷ്ടകാര്യങ്ങളും എന്തൊക്കെയാണ് അവർ അഭിമുഖീകരിക്കുന്നതെന്നും നമുക്ക് അറിയാൻ കഴിയുക. അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നിങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കണം നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ കേട്ടോ. കാരണം അപകടമാണ് ഓരോ ദിവസവും നമ്മുടെ മുന്നിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ആപൽഘട്ടത്തിൽ ഈ കെട്ടകാലത്തിൻ്റെ നടുവിൽ നമുക്കൊരു നന്മ നിറഞ്ഞ മക്കളെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നമ്മളും കൂടെ മാത്രം കരുതിയാലേ അങ്ങനെ ആക്കിയെടുക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ. നമ്മുടെ സ്വപ്നത്തിലേക്ക് നമ്മുടെ മക്കൾ കടന്നു വരണമെങ്കിൽ നമ്മൾ അതനുസരിച്ച് മക്കളെ നട്ട് നനച്ച് കരുതലോടെ വളർത്തിയെടുക്കാൻ നമുക്ക് കഴിയണം. ആൺമക്കളെയും പെൺമക്കളെയും നിങ്ങൾ നല്ല രീതിയിൽ ഗൗനിക്കപ്പെടണം. ആൺമക്കളെ ഗൗനിക്കപ്പെടേണ്ടതുപോലെയല്ല പെൺമക്കളെ ഗൗനിക്കേണ്ടത്. രണ്ടിനെയും രണ്ട് രീതിയിലാണ്. പെൺമക്കളെ വളർത്തേണ്ടത് പോലെയല്ല ആൺമക്കളെ വളർത്തേണ്ടത്. അവർ അതിൻ്റെതായ രീതിയിൽ അവരോട് സ്നേഹത്തോടെ പെരുമാറി അവരോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് നല്ല നല്ല ഉപദേശങ്ങൾ കൊടുത്ത് നമ്മുടെ മക്കളെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അൽഹംദുലില്ലാ നല്ല ഒരു മകനായി നല്ലൊരു മകളായി നമ്മുടെ പ്രിയപ്പെട്ട പൊന്നുമക്കളെ നമുക്ക് കിട്ടും. നമ്മുടെ പ്രതീക്ഷ മുഴുവനും നമ്മുടെ മക്കളിലാണ്. അതുകൊണ്ട് പുതിയ അധ്യയന വർഷം ഒരു നല്ല ഒരു ഭാവിക്ക് വേണ്ടി നമ്മുടെ മക്കൾക്ക് കരുതലിന് വേണ്ടി നാം കാത്തിരിക്കാം. അള്ളാഹുവിനെ നമുക്ക് നമ്മുടെ മക്കളെയൊക്കെ അള്ളാഹു സാലിഹ്യങ്ങളും സാലിഹത്തുകളുമാക്കി വളർത്തിത്തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും നല്ല വിജയങ്ങൾ വേണം. നല്ല ഉയർന്ന തസ്തികയിലേക്ക് കടന്നു പോകണം. അതുകൊണ്ട് എല്ലാവരും നല്ല രീതിയിൽ പഠിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ഭാവി അള്ളാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനു വേണ്ടത് എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ നമ്മുടെ ഒരു പരിശ്രമം കൂടെ അതിൻ്റെ പിന്നിൽ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ മക്കൾക്ക് നല്ല നല്ല വിജയങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ കാര്യം നല്ല രീതിയിലൊന്ന് ശ്രദ്ധിക്കണം. നമ്മുടെ മക്കളെക്കുറിച്ചൊരു അന്വേഷണം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം. അവൻ എവിടെയൊക്കെയാണ് പോകുന്നത്, അവരുടെ കൂട്ടുകാരൊക്കെയാണ്. ഒന്ന് നേരം വൈകി വന്നാൽ അതിനെക്കുറിച്ച് അന്വേഷിക്കണം. ഒരു വീട്ടിൻ്റെ അകത്ത് നല്ലൊരു മാതാപിതാക്കളായി നമ്മൾ മാറുമ്പോൾ മാത്രമാണ് നമ്മുടെ കുട്ടികൾ നല്ലൊരു സംരക്ഷണ വലയത്തിലേക്ക് എത്താൻ കഴിയുക. ഒരു കഴുകന്മാരും കുത്തിയെടുത്തു കൊണ്ടുപോകാൻ നമ്മുടെ മക്കൾക്ക് ഒരിക്കലും അവസരം കൊടുക്കരുത്. അതിന് നമ്മൾ വേണം കാത്തിരിക്കാൻ. അള്ളാഹു തആല നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ഭാവി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ തെറ്റുകളിൽ നിന്നും മാറി നിൽക്കാൻ അള്ളാഹുവെ നീ അവരെ സംരക്ഷിക്കണേ പടച്ചവനെ. അള്ളാഹുവെ പടച്ചവനെ, ഞങ്ങളുടെ മക്കളെ അള്ളാഹു നീ സാലിഹ്യങ്ങളും സാലിഹത്തുകളുമാക്കി വളർത്തണേ തമ്പുരാനെ.